ഹലോ വെൽക്കം ടു സാരി കിച്ചൺ. ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള സ്നാക്കാണ് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കാൻ നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് 2 പൊട്ടാറ്റോ ആണ്. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്, ഉടച്ചെടുത്തിട്ടില്ല. അത് നമ്മൾ എല്ലാം കൂടി മിക്സ് ആക്കുമ്പം ഉടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ പച്ചമുളക് ഒന്നും ചേർക്കുന്നില്ല. ഒരു 3 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. എന്നാലും അറിയാത്തവരുണ്ട്. ഒരു വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ചില്ലി ഫ്ലേക്സ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ വറ്റൽമുളകില്ലേ, അത് പൊടിച്ചെടുത്തതാട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള കട്ട് ചെയ്തത്, കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ച് അധികം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിട്ടില്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഇനി വേറൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് എല്ലാം കൂടി നല്ല മിക്സായി കിട്ടണം. നല്ലൊരു ബാറ്റർ പോലെ ആയി കിട്ടണം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചീസ് ബോളാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, പൊട്ടാറ്റോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലത്തെ സ്ലൈസ് ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിന് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാനും പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചീസ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബോളാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഒരു ചീസിൻ്റെ മുകളിൽ മറ്റൊരു ചീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു സ്ക്വയർ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചീസ് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു പൊട്ടാറ്റോൻ്റെ മാവിന്ന് ചെറിയൊരു ബോൾ എടുക്കുക. ഒരു കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ നടുവിലായിട്ട് ഒരു സ്ക്വയർ ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കംപ്ലീറ്റ് അതൊന്ന് കവർ ചെയ്തിട്ട് ബോളാക്കി എടുക്കാം. ചീസ് ഉള്ളിലാക്കിയിട്ട് കവർ ചെയ്യണം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ബോളാക്കി എടുക്കേ വേണ്ടൂ. സിമ്പിളാണ്. ഇതുപോലെയാണ് എല്ലാം ചെയ്തെടുക്കുന്നത്. കയ്യിൽ കുറച്ച് ഓയിലോ വെള്ളമോ എന്തെങ്കിലും തടവാണെങ്കിൽ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കോൺഫ്ലോറിലാണ് ഞാനിത് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് പകരം കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി എടുക്കാം. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മുട്ട കോട്ട് ചെയ്യാറുണ്ടല്ലോ, ഒരു മുട്ട ഉടച്ചെടുത്താലും മതി. കട്ടകളൊന്നും ഇല്ലാതെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആദ്യം ഇതിൽ ഒരു ബോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഡബിൾ കോട്ടിങ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് ക്രംസ് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുത്തതിന് ശേഷം തിരിച്ചിട്ട് ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സിലേക്ക് തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ബ്രെഡ് ക്രംസ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഡബിൾ കോട്ടിങ് ചെയ്യുമ്പം പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. പിന്നെ ചീസ് ഉള്ളിൽ നിന്ന് മെൽട്ടായിട്ട് പുറത്തേക്ക് വരാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോളും. ഇതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം. എന്നിട്ടൊരു ചീനച്ചട്ടിയിൽ ഓയിൽ ചൂടാക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ വേണ്ടൂ. പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാം. കാരണം ഉൾഭാഗമൊക്കെ കുക്കായതാണ്. ജസ്റ്റ് ആ ഒരു ചീസ് മെൽറ്റ് ആവണം, പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആയി കിട്ടണം, അത്രേ വേണ്ടൂ. ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് റോൾ ചെയ്തിട്ട് നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇത് നമ്മുടെ ചീസ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. എന്തായാലും ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ആ ഒരു സ്ലൈസ് ചീസ് എടുത്തതിന് പകരം ഒട്ടുമിക്ക എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും മോസറല്ല ചീസ്. അത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണല്ലോ, അത് ഉള്ളിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഉള്ളിൽ ആ ഒരു ചീസൊക്കെ മെൽറ്റായിട്ട് കഴിക്കുന്ന സമയത്ത് പ്രത്യേക ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്